ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും വീൽ ബേസ് വിത്ത് അജയിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ ഇന്നൊരു സംസാരിക്കുന്ന ടോപ്പിക്ക് എങ്ങനെ നമ്മുടെ ഷോർട്സ് വൈറലാക്കാം, അല്ലെങ്കിൽ ഹൗ ടു മേക്ക് ഷോർട്സ് വൈറൽ എന്നാണ്. നമ്മൾ ഡേ ബൈ ഡേ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ 30 ദിവസം 30 ഷോർട്സ് അപ്ലോഡ് ചെയ്ത ഒരാളാണ്. ഡെയിലി 30 വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഒരാളാണ്. അന്നേരം അതിൻ്റെ ഒരു അനുഭവത്തിൽ ആ ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. എങ്ങനെ ഷോർട്സ് വൈറലാക്കാം എന്നൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ ഇന്ന് റിസർച്ച് നടത്തി എത്തിയേക്കുവാണ്. ചെറിയൊരു ചാനലാണ്, ആകെ 308 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഫസ്റ്റ് ഇട്ട ഷോട്ടിന് എനിക്ക് 3.8K വ്യൂസ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ തന്നെ. സെക്കൻഡ് ഡേ പിന്നെ ഞാൻ ഷോർട്സ് ഇട്ടപ്പം അതിനാകെ കിട്ടിയത് 2K വ്യൂസാണ്. നെക്സ്റ്റ് ഡേ പിന്നെ ഇട്ടപ്പം ആ വ്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. 1K, ഒരു കുറേ ഷോർട്സൊക്കെ 1K പോലും, ഒരു 500 വ്യൂസ് പോലും എത്താത്ത രീതിയിലുള്ള ഷോർട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഡേ ബൈ ഡേ ഷോർട്സ് ഇട്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഏപ്രിൽ മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഡേ ബൈ ഡേ നമ്മൾ ഷോർട്സ് ഇട്ടാൽ നമ്മുടെ വ്യൂസ് കുറയും. യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നൊരു ഷോട്ട് ഇട്ടു. അതിന് യൂട്യൂബിൻ്റെ അൽഗോരിതം അതിനെ ബൂസ്റ്റ് ചെയ്ത് ഒരു 1K വ്യൂസ് എനിക്ക് ഇന്നത്തെ ദിവസം കിട്ടി. പക്ഷേ അതിൻ്റെ എൻഗേജ്മെൻറ്റ് ഈ 1K വ്യൂസിൻ്റെ അകത്ത് ഒരു 50% മുകളിൽ ആൾക്കാരെ ഷോട്ട് വ്യൂ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എൻഗേജ്മെൻറ്റ് എത്രയും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, യൂട്യൂബ് നെക്സ്റ്റ് ഡേ പിന്നെ ആൾക്കാരുടെ അടുത്തേക്ക് ഷോർട്സ് ഫീഡിലേക്ക് ഈ സാധനം റെക്കമെൻഡ് ചെയ്യും. അപ്പം നമ്മൾ ആ ഷോട്ടിന് പിന്നെയും നെക്സ്റ്റ് ഡേ ഒരു 1K കൂടി വ്യൂസ് കയറും. അതിൻ്റെ ഇംപ്രഷൻസും ലൈക്സും ഒക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട്, ആൾക്കാരെ കാണാൻ റെഡി ആവുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ പിന്നെയും യൂട്യൂബ് ഈ ഷോർട്സ് ആൾക്കാരുടെ ഫീഡിലേക്ക് ഇട്ട് ഈ വ്യൂ കാണിച്ചുകൊണ്ടിരിക്കും. അതിന് പകരം ഞാൻ ഏപ്രിൽ 1-ാം തീയതി ഒരു ഷോട്ട് ഇട്ടു, നെക്സ്റ്റ് ഡേ 2-ാം തീയതി പിന്നെ ഒരു വീഡിയോ ഇട്ടു, ഒരു ഷോട്ട് ഇട്ടു. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഫസ്റ്റത്തെ ഷോർട്സിൻ്റെ യൂട്യൂബ് ഇംപ്രഷൻ കുറയ്ക്കും, സെക്കൻഡ് ഷോട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കും. തേർഡ് ഡേ നമ്മൾ പിന്നെ ഇടുമ്പോൾ എന്ത് ചെയ്യും, ഈ 2 ഷോട്ടിനെയും കുറച്ച് മറ്റേ ഷോട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ നമ്മൾ പുതുതായി ഇടുന്ന വീഡിയോസിനെയാണ് യൂട്യൂബ് എപ്പോഴും ബൂസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. പഴയ വീഡിയോസിനങ്ങ് തഴയും, ആൾക്കാരുടെ ഇംപ്രഷൻ കുറവാണെങ്കിൽ അങ്ങ് തഴഞ്ഞു കൊണ്ടുവരും. അന്നേരം നമ്മുടെ വ്യൂസ് കുറയും. ഇതിനൊരു സൊല്യൂഷനേ ഉള്ളൂ, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക. അതായത് വീഡിയോസ് അല്ല, ഷോർട്സ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിയതിന് ശേഷം അതിൻ്റെ ഒരു ഷോർട്ടിൻ്റെ ഇംപ്രഷൻ സ്റ്റോപ്പ് ആകുന്ന ടൈമുണ്ട്. നമ്മുടെ ആ ഗ്രാഫ് എടുത്താൽ അറിയാം, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ആ ഷോർട്ടിൻ്റെ ഇംപ്രഷനോട് സ്റ്റോപ്പ് ആവും, പിന്നെ ആൾക്കാരിലേക്ക് എത്തത്തില്ല ആ ഷോട്ട്. ഈ ടൈമിൽ വേണം നമ്മൾ അടുത്ത ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അന്നേരം നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം നമ്മൾ അപ്ലോഡ് ചെയ്ത് പുതിയ ഷോർട്സിന് പിന്നെയും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കും. ഞാനിപ്പം എനിക്ക് കിട്ടുന്ന വ്യൂസ് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. എനിക്കൊരു 3.5 to 4K ആണ് മാക്സിമം കിട്ടാറുള്ള വ്യൂസ്. അപ്പോൾ ചെറിയൊരു ചാനലാണല്ലോ, അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. വലിയ ചാനൽ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല. നമ്മൾ ഡെയിലി ഷോർട്ട് അപ്ലോഡ് ചെയ്താൽ സബ്സ്ക്രൈബേഴ്സ് കണ്ടാൽ മാത്രമേ ഇനി അതിന് ഇംപ്രഷൻ കൂടൂ എന്നൊരു കാറ്റഗറിയിലേക്ക് എത്തിപ്പോവും. പക്ഷേ വലിയ വലിയ ചാനലുകൾക്ക് കുഴപ്പമില്ല, അവരുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നതനുസരിച്ച് അവർക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളെപ്പോലത്തെ കുഞ്ഞു ചാനലുകാർക്കാണ് പെട്ടുപോകുന്നത്. നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഇത് മറ്റുള്ള ഓഡിയൻസിലേക്ക് എത്താണ്ടായി പോകും. മറ്റുള്ള ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോ എത്താണ്ടാവുന്നതിനുള്ള വേറൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ യൂട്യൂബ് തുറന്നാൽ അയാൾക്ക് എൻ്റെ വീഡിയോ മാത്രമല്ല കാണേണ്ടത്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് യൂട്യൂബ് വ്യൂവേഴ്സും യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സും കൂടിയാണ്. അപ്പം ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇതിനകത്തുണ്ട്, അവരുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പർട്ടിക്കുലർ വീഡിയോ കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മുടെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമാണ് നമ്മുടെ പർട്ടിക്കുലർ വീഡിയോ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കത്തുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് നല്ല നല്ല വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന യൂട്യൂബിൻ്റെ ലക്ഷ്യത്തോടെയും യൂട്യൂബിൻ്റെ അൽഗോരിതം അതിനുവേണ്ടി പണിയെടുക്കുന്നത് കൊണ്ടും നമ്മുടെ അത്ര നല്ല ക്വാളിറ്റി കുറഞ്ഞ വീഡിയോസ് അവിടെ തഴയപ്പെടും. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസോ കയറി വന്നുകൊണ്ടിരിക്കും. ഡേ ബൈ ഡേ അതിന് വ്യൂസ് കൂടിക്കൊണ്ടിരിക്കും. ഒന്ന് പോയടാ, നീ വെറും ഉടായ്പാണ്. കാരണം കുറേ ചാനൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഡെയിലി ഷോർട്സ് ഇടുന്നവർക്ക് 60Kയും 70Ks ഒക്കെ വ്യൂസ് കാണുന്നുണ്ടല്ലോ. പിന്നെ നീ എന്തടിസ്ഥാനത്തെ മരിക്കിനെ പറയണേ? ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നല്ല നല്ല ക്വാളിറ്റി കോണ്ടൻറ്റ്സ് ഇടുന്ന നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസ്, എസ്പെഷ്യലി എൻ്റർടൈൻമെൻറ്റ് ചാനൽസ്, അവർക്ക് ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുന്ന ചാനൽസൊക്കെ ആണെങ്കിൽ അവർ ഡെയിലി വീഡിയോസ് ഇടുമ്പം അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കണ്ടിട്ട് അവർക്ക് ലൈക്സും ഷെയറുകളും കിട്ടും. അത് യൂട്യൂബ് അൽഗോരിതം പിന്നെയും ബൂസ്റ്റ് ചെയ്യും. യൂട്യൂബിൻ്റെ ഇംപ്രഷൻസിൽ ഇവരുടെ വീഡിയോസിന് സബ്സ്ക്രൈബേഴ്സ് കാണുമ്പം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നൊരു തോട്ട് വരും. അങ്ങനെ അവരുടെ വീഡിയോസ് പിന്നെയും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനീ പറയുന്നത് ചെറിയ എന്നെ പോലത്തെ കുഞ്ഞു യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ്. നമ്മുടെ വീഡിയോൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്സ് ഇടുകയാണെങ്കിൽ യൂട്യൂബ് ഇംപ്രഷൻ അതിന് താഴോട്ട് കൊണ്ടുവരും. അതിന് പകരം നമ്മൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഡേയ്സിലാണ് വീഡിയോ ഇടുന്നതെങ്കിൽ, ഷോർട്സ് ഇടുന്നതെങ്കിൽ, നമ്മുടെ യൂട്യൂബ് ആ ഷോർട്സിനെ പരമാവധി ബൂസ്റ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കും. അതുകൊണ്ട് നമ്മൾ
നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻസ് എടുത്തിടാൻ നോക്കുക. ആൾക്കാർക്ക് കാണേണ്ടത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ട തരത്തിലുള്ള കോണ്ടൻസ് നമ്മൾ ഇടുകയാണെങ്കിൽ യൂട്യൂബ് പരമാവധി ബൂസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇംപ്രഷൻ അല്ലെങ്കിൽ ആൾക്കാർ കാണുന്ന എൻഗേജ്മെൻറ്റ് കൂടുന്നു. എൻഗേജ്മെൻറ്റ് കൂടുമ്പം മറ്റുള്ള ആൾക്കാരിലേക്കും യൂട്യൂബ് ആ ഷോർട്സിനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് വ്യൂസും ലൈക്സും കാര്യങ്ങളും കൂടും. ഇതാണ് കഴിഞ്ഞ ഒരു മാസത്തെ എൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായി ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ. ഇത് പരമാവധി എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. പലർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ യൂട്യൂബിൻ്റെ വീഡിയോ ഒന്നും കൂടെ കാണുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയെടുത്താലും മതി. എൻ്റെ ഒരു ചാനലിലെ അവസ്ഥ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ 308 സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് നമ്മൾ വീഡിയോ ഇടുമ്പം ഞാൻ ഡെയിലി ഷോർട്സ് ഇട്ടാൽ എനിക്കതിൻ്റെ ഇംപ്രഷൻ റേറ്റ് വളരെ കുറവാണ് കിട്ടുന്നത്. അതിന് പകരം ഞാനൊരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഗ്യാപ്പുകൾ ഇട്ടിട്ടാണ് ഷോർട്സ് ഇടുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കോണ്ടൻ്റാണ് എൻ്റെ ഷോർട്സിൽ ഉള്ളതെങ്കിൽ അതിനെ യൂട്യൂബ് ബൂസ്റ്റ് ചെയ്യുന്നു. ആൾക്കാരുടെ അടുത്തേക്ക് കൂടുതലായി എത്തുന്നു. ഡേ ബൈ ഡേ അതിൻ്റെ എൻഗേജ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, താഴോട്ട് വരാണ്ട്. അതാണ് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. അത് നിങ്ങളിലേക്ക് എത്തിച്ചതേ ഉള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇനിയും നമുക്ക് ഗ്രോ ആവാനുണ്ട്. നല്ല രീതിക്ക് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി പരമാവധി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. മറ്റൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ.